മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മലബാറിന്റെ 2 ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു. എല്ലാ പർച്ചേസിനും 5% മുതൽ 60% വരെ ഡിസ്കൗണ്ട്. നരഭോജി കടുവയെ ഉടൻ വെടിവെച്ചു കൊല്ലണമെന്ന ആവശ്യവുമായി UDF കരുവാരകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി ഈ ആവശ്യം ഉന്നയിച്ച ജില്ലാ കളക്ടർ VR വിനോദിന് നിവേദനം നൽകി. കടുവാഭീതി മൂലം ജോലിക്ക് പോകാൻ കഴിയാത്തവർക്ക് ഭക്ഷ്യക്കിറ്റ് എത്തിച്ചു നൽകണമെന്നും UDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 1.5 മാസത്തിലധികമായി കരുവാരക്കുണ്ടിലെയും കാളികാവിലെയും മലയോര മേഖല കടുവാഭീതിയിലാണ്. കാളികാവ് അടക്കാക്കുണ്ടിൽ വെച്ച് ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കടുവ കൊലപ്പെടുത്തിയതോടെ പ്രദേശവാസികൾക്ക് ജോലിക്ക് പോകാനും കഴിയുന്നില്ല. ഇത്തരം സാഹചര്യങ്ങളിലും കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടാനാണ് വനം വകുപ്പ് ശ്രമിക്കുന്നത്. ഇത്തരം ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അതിനാൽ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നാണ് UDF ആവശ്യപ്പെടുന്നത്. കൂടാതെ ജോലിക്ക് പോകാൻ കഴിയാത്ത തോട്ടം തൊഴിലാളികൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ എത്തിച്ചു നൽകാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടാണ് പഞ്ചായത്ത് കമ്മിറ്റി ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം സന്ദർശിക്കുകയും ആവശ്യമായ പരിശോധനകൾ നടത്തിയ ശേഷം നടപടി കൈക്കൊള്ളുമെന്നും കളക്ടർ മറുപടി നൽകിയതായും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പട്ടിണിയിലാണ്. ഈ ഗുരുതരാവസ്ഥ ചർച്ച ചെയ്ത UDF അടിയന്തരമായി സർക്കാരിനെ കണ്ടിട്ട് കാര്യമില്ല, മലപ്പുറം ജില്ലാ കളക്ടറെ കണ്ട് ഈ സങ്കടം ബോധിപ്പിക്കണം, പരിഹാരം തേടണം എന്നാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് UDF കക്ഷി യോഗം പ്രതിനിധികൾ മലപ്പുറം ജില്ലാ കളക്ടറെ കണ്ടു. ഞങ്ങൾ വിശദമായ നിവേദനം പരാതി കൊടുത്തു. ആ പരാതി പരിശോധിച്ച കളക്ടർ സ്ഥലം സന്ദർശിക്കാമെന്നും വേണ്ട നടപടി സ്വീകരിക്കാൻ നടപടിയിലേക്ക് പോകാമെന്നും ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അതോടൊപ്പം ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്നത് വരെ ഈ കടുവ, പുലി, പന്നി, പാട്ടി തുടങ്ങിയ ഈ മൃഗങ്ങൾ ജനങ്ങളെ ആക്രമിക്കുന്നത് ഒരു വനമേഖല എന്ന് പറയുന്നത് ഇവിടെ ഒരു കാർഷിക മേഖലയാണ്. അല്ലാതെ ഇത് ബന്ദിപ്പൂർ പോലെ വന്യമൃഗങ്ങളുടെ സങ്കേതമല്ല. ഇവിടേക്ക് ഒറ്റപ്പെട്ട് വരുന്ന കടുവകളും വന്യമൃഗങ്ങളും കാട്ടിൽ ഭക്ഷണവും വെള്ളമൊന്നും കിട്ടാതാകുമ്പോൾ ജനവാസ മേഖലയിൽ വരിക, അവർ അക്രമാസക്തരാകുകയാണ്. ജനങ്ങളുടെ സ്വൈര്യജീവിതത്തിന് ഇത്രത്തോളം ഭീഷണി ഉണ്ടായിട്ടും ഒരു ആശ്വാസവാക്കുമായി സംസ്ഥാന മന്ത്രിമാരോ ഭരണകക്ഷി MLAമാരോ സ്ഥലം സന്ദർശിച്ചിട്ടില്ല. ഇത് വലിയ പ്രതിഷേധത്തിനാണ് കാരണമാകുന്നത്. CPIM നേതൃത്വം നൽകുന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും വിഷയത്തിൽ കാര്യമായ ഇടപെടലുകൾ നടത്തുന്നില്ലെന്നും UDF കുറ്റപ്പെടുത്തി. കടുവാഭീതി അകറ്റാത്തതിനെ തുടർന്ന് വില്ലേജ് ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് വരെ പ്രതിഷേധം നടത്തുമെന്നും UDF നേതൃത്വം പറഞ്ഞു. ഇതിന്റെ തുടക്കം എന്ന നിലയിൽ ജൂലൈ 10-ന് കേരള എസ്റ്റേറ്റ് വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. പരിഹാരം ഇതിലൂടെ ആവശ്യമാണ്. അതോടൊപ്പം ഈ കടുവയെ പിടിക്കുന്നത് വരെ ഇവിടെ നമുക്കറിയാം, കൂട് വെച്ച് കെണി വെച്ച് കടുവയെ പിടിച്ചിട്ട് ഈ കടുവയെ അപ്പുറത്ത് കൊണ്ടുപോയി വിടുന്നൊരു പരിപാടിയുണ്ട്. ഇവിടെ ഞങ്ങളെല്ലാവരും ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യമുള്ളൂ, വെടിവെച്ച് പിടിക്കുക എന്നുള്ളൂ, കൊന്നുകളയുക. അല്ലാതെ അതിനെ കൊണ്ടുപോയി അപ്പുറത്ത് കൊണ്ടുപോയി വിടുന്ന പരിപാടി ഉണ്ടാകരുത്. കൊന്നുകളയണം. കൊന്നുകളഞ്ഞാലേ ഇതിനൊക്കെ ഒരു രക്ഷയുണ്ടാകുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും ആ കടുവ ഇവിടെ വരും. നമുക്കറിയാം, കരുവാരകുണ്ട് പഞ്ചായത്തിൽ പഴയ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. നാട്ടിലുണ്ടായിരുന്ന മുഴുവൻ പാമ്പുകളെയും പിടിച്ചു കൊടുന്ന് ആ പാമ്പുകളെ മുഴുവൻ വിട്ടിരുന്ന ഈ കരുവാരകുണ്ടിലാണ്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇവിടുത്തെ ജനങ്ങളെ അനുഭവിച്ചാണ്. അപ്പോൾ അത്തരം ഒരു പരിപാടികൾ ഇത് നശിപ്പിക്കാൻ ചെയ്യണം. ഇല്ല എങ്കിൽ UDF ശക്തമായ രംഗത്ത് ഈ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും. N. ഉണ്ണിൻകുട്ടി, MP വിജയകുമാർ, V. ആബിദലി, TD ജോയ്, MK മുഹമ്മദ് അലി, V. ഷബീർ അലി, AK ഹംസക്കുട്ടി, K. ഗോപാലകൃഷ്ണൻ, T. ഇംതിയാസ് ബാബു, V. ഷൗക്കത്ത്, ജാഫർ പുൽവെട്ട എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുവാരകുണ്ട്.